ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഞാൻ ഇന്നൊരു നെൽകൃഷിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷിയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. പട്ടാഴി വടക്കേക്കരയിൽ 18 വർഷമായി നെൽകൃഷിയിൽ 100 മേനി കൊയ്യുന്ന ബഷീർക്കാട് നെൽപ്പാടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തരിശു ഭൂമികൾ പാട്ടത്തിനെടുത്തും ഇങ്ങനെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഇട്ട സ്ഥലമാണ് കേട്ടോ. പ്രാവുകൾ വന്ന് നെല്ല് കൊത്തി തിന്നുന്നുണ്ടോ. അതുപോലെ ഇവിടെ ഒരുപാട് പന്നിശല്യമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും മറികടന്നാണ് നമ്മുടെ ബഷീർക്ക ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ കൃഷിസ്ഥലം ഏനാത്ത് പത്തനാപുരം റൂട്ടിൽ കളമലപ്പള്ളിക്ക് സമീപമായിട്ടാണ് ഉള്ളത്. 2 വെറൈറ്റി നെല്ലിൻ്റെ വിത്തുകളാണ് ബഷീർക്ക ഇവിടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ചുവന്ന ജയയുടെയും ബസ്മതി റൈസിൻ്റെയും വിത്താണ്. ഇത് മഴവെള്ളത്തിൽ മുളപ്പിച്ചിട്ടാണ് വിത്ത് വിതയ്ക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് മഴവെള്ളത്തിൽ മുളപ്പിച്ച് വെച്ച വിത്താണ്. പഴയ വിത്തുകളാ. 6 മാസത്തിനുള്ളില് 6 മാസം 4 മാസം തികച്ചപ്പം വിളവെടുക്കാം. 4 മാസേ വിളവെടുക്കാം. നെൽകൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 18 വർഷം. 18 വർഷം കൊണ്ട് തുടങ്ങിയ പരിപാടി. എനിക്കൊരു വലിയ രസമായ ഒരു പരിപാടി. ഒരു ലാഭവും വരും. അവിടെ പന്നിശല്യങ്ങളുണ്ട്. അവിടെ ഉണ്ട്. ഇവിടെ ഇല്ലയോ? അവിടൊക്കെ കിടപ്പ്. അന്നേരം നെല്ലിട്ട അത് സബ്സിഡി കിട്ടുമല്ലോ. സബ്സിഡിയൊക്കെ ഉണ്ട്, അവർ തരുന്നില്ല. പരിഹാരം കിട്ടുന്നില്ല. നഷ്ടപരിഹാരേ നമുക്ക് സമയങ്ങളിൽ കിട്ടുന്നില്ല. ഒരു ഇതില് ഇന്ന് ഇടുന്നുള്ളോ? എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പോകുന്നത് നെൽപ്പാടത്തൂടെ നടന്നായിരുന്നു. ആ ഒരു ഓർമ്മകളൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് കൃഷികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇതൊന്നും കാണുന്നില്ല. അവർ പാഠപുസ്തകത്തിലൂടെയാണ് ഈ നെൽകൃഷി എന്താണെന്ന് പഠിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കും ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൃഷിയെ സ്നേഹിക്കുന്ന കർഷകർ ഇവരൊരു മാതൃകയാണ് എല്ലാവർക്കും. ഇവിടം വരെ ഇട്ടെന്നുള്ള അടയാളത്തിന് കൃഷി ചെയ്യാൻ എല്ലാവരും മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പോഴും കൃഷി ചെയ്യുന്ന നമ്മുടെ ബഷീർക്കാടെ ഈ ഒരു കൃഷിയിൽ 100 മേനി വിജയം ഉണ്ടാവട്ടെ. ബഷീർക്ക എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.